ബർദോളി സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ബർദോളി സത്യാഗ്രഹം. 1925 വെള്ളപ്പൊക്കവും കടുത്ത ക്ഷാമവും തുടർന്ന് ഗുജറാത്തിലെ ബർദോളി താലൂക്കിലെ കർഷകർ നേരിട്ട സാമ്പത്തിക നഷ്ടവും നികുതി നിഷേധവുമായി ബന്ധപ്പെട്ടാണ് 1928 ജനുവരിയിൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ ബർദോളി സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. 1928 ഫെബ്രുവരി 4 ഗുജറാത്തിലെ സൂററ്റിലെ 137 ഗ്രാമങ്ങളിൽ നിന്നുള്ള കർഷകർ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ വെല്ലുവിളിച്ചു. കർഷകർക്ക് മേൽ 30% അധിക നികുതി ചുമത്താനുള്ള ബോംബെ പ്രസിഡൻസി സർക്കാരിന്റെ തീരുമാനങ്ങളാണ് ബർദോളി സത്യാഗ്രഹത്തിന് കാരണമായത്. കടുത്ത വരൾച്ചയും ക്ഷാമവും കണക്കിലെടുത്ത് നികുതി കൂട്ടരുതെന്ന് അധികാരികളോട് അപേക്ഷിച്ച് നിവേദനം സമർപ്പിച്ചു. പക്ഷേ അവർ നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. സമരം തുടർന്നുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് പട്ടേൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പക്ഷേ കർഷകർ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. നികുതി നൽകരുതെന്ന് പട്ടേൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബർദോളിയിലെ ജനങ്ങൾ നികുതി നിഷേധ സമരം തുടങ്ങി. നികുതി കുറയ്ക്കുകയും പിടിച്ചെടുത്ത ഭൂമി കർഷകർക്ക് തിരികെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ സമരം വിജയം കണ്ടു. 14 സത്യാഗ്രഹ കേന്ദ്രങ്ങളാക്കി അദ്ദേഹം ബർദോളിയെ വിഭജിച്ചു. സത്യാഗ്രഹത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി അദ്ദേഹത്തെ സർദാർ എന്ന് വിശേഷിപ്പിച്ചു. സമരത്തിന് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തു. ഖേദ, നാഗ്പൂർ എന്നിവയായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. 1928 ഫെബ്രുവരി 4 പട്ടേൽ കർഷകരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. വലിയ ഇടപാടുകാർ പണം അടയ്ക്കാൻ തയ്യാറായെങ്കിലും കർഷകർ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. 1928 ജൂണിൽ സത്യാഗ്രഹികളുടെ സമരത്തെ തുടർന്ന് സർക്കാർ കർഷകരുമായി ഒരു ഒത്തുതീർപ്പ് നടത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭൂമി തിരികെ നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു വഴിത്തിരിവായിരുന്നു ബർദോളി സത്യാഗ്രഹം.